അമ്മ സംഘടനയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാനില്ലെന്നാണ് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥിന്റെ പ്രതികരണം. മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, താര സംഘടനയിലെ പ്രശ്നങ്ങൾ അവരുടെ ആഭ്യന്തര കാര്യമാണ്. സർക്കാർ അതിനകത്ത് ഇടപെടാൻ തക്കതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. മലയാള സിനിമ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തി നോക്കിയാൽ മലയാള സിനിമയുടെ ഒരു വീണ്ടും അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വീണ്ടും ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം മലയാള സിനിമ ഏറ്റവും നന്നായി ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് സംഘടനയുമായി ബന്ധപ്പെട്ട ഇത്തരം ചർച്ചകൾ നിരന്തരമായി ഉണ്ടാകുന്നത് നന്നായി നമ്മൾ കരുതുന്നില്ല. അമ്മയുടെ നിലവിലെ ഭരണസമിതി രാജിവെച്ചതോടുകൂടി ഇനി അഡ്ഹോക് കമ്മിറ്റിക്കായിരിക്കും ഈ ഭരണത്തിന്റെ ചുമതല. 9 അംഗ അഡ്ഹോക് കമ്മിറ്റിയായിരിക്കും നിലവിൽ വരിക. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ സി വിജയൻ, എന്തൊക്കെയാണ് ഇന്ന് അമ്മ ജനറൽ ബോഡിയിൽ നടന്നത്? ഇപ്പോൾ അഡ്ഹോക് സമിതി രൂപീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വളരെ സംക്ഷിപ്തമായി ഇന്ന് നടന്നതിനെക്കുറിച്ച് പറയുക. ദിലീപ് കുമാർ, ഏറ്റവും അവസാനത്തെ അപ്ഡേഷൻ തന്നെ പറയാം. അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നിരിക്കുന്നു. രമേശ് പിഷാരടി അതിന്റെ കൺവീനറാണ്. ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാദിഖ്, റോണി, കൃഷ്ണപ്രഭ, ആശ അരവിന്ദ്, ഷാജോൺ, ദേവി ചന്ദന എന്നിവരാണ് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ. 4 മാസമാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു കാലാവധി. അതിനുശേഷം അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ തുടരണോ എന്നുള്ളത് ഈ സമിതി തീരുമാനിക്കും എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു കലുഷിതമായിരിക്കും ഇന്നത്തെ അമ്മയുടെ ജനറൽ ബോഡി യോഗം എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഒരു സംഘം ഒരുങ്ങുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണക്കുകളിൽ ഒരു കൃത്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാൽ ഏകദേശം 1.5 മാസത്തോളമായി ഒരു കുറ്റാരോപിതനായി അമ്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ കണക്ക് ആരും തന്നെ അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല. അംഗങ്ങൾക്ക് 21 ദിവസങ്ങൾക്ക് മുൻപ് കണക്ക് ലഭിക്കേണ്ടതായിരുന്നു. അത് ഇന്ന് മാത്രമാണ് ലഭിച്ചത്. അവിടെ നിന്ന് മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത്. ഇന്ന് കണക്ക് കിട്ടിയതിൽ തന്നെ പൂർണ്ണമായിട്ടും അത് അവ്യക്തതയാണ്. ഏകദേശം 67 ലക്ഷത്തിന്റെ കണക്കിനെ സംബന്ധിച്ച് പോലും അവ്യക്തതയുണ്ട് എന്നുള്ളത് ബാബുരാജും സിദ്ദിഖും ഇടവേള ബാബുവും അടങ്ങുന്ന സംഘം അതിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. ആ വിഭാഗം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. ഈ ഒരു ഇപ്പോഴത്തെ അമ്മയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മയെടുത്ത പല തീരുമാനങ്ങളും അത് അംഗങ്ങൾക്ക് അപമാനമുണ്ടാക്കുന്നതായി അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള അവഹേളനമാണ് പുറത്തു നിന്നുണ്ടായത്. പൊതുസമൂഹത്തിന് മുൻപിൽ അവമതിപ്പുണ്ടാക്കി പല തീരുമാനങ്ങളും എടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നു. ഇതേ തുടർന്നായിരുന്നു ശ്വേതാ മേനോൻ രാജിവെച്ചത്. അവർ രാജിവെച്ചു എന്നുള്ളത് മാത്രമല്ല, അതിലൊരു അജണ്ടയുണ്ട് എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ട് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കൂടി രാജിവെച്ചിരിക്കുകയാണ് ശ്വേതാ മേനോനും ഒപ്പം തന്നെ ലക്ഷ്മി പ്രിയയും. ഇതിൽ ഇപ്പോഴുള്ള അംഗങ്ങൾക്ക് തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. കാരണം വലിയ പരിചയമില്ലാത്ത ആളുകളായിരുന്നു. അതുകൊണ്ട് ഒരു അവസരം കൂടി കൊടുക്കാമെന്നുള്ളതുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി രാജിവെച്ചിരിക്കുന്നു. പുതുതായി 9 അംഗ അഡ്ഹോക് സമിതി നിലവിൽ വന്നിരിക്കുകയാണ്. രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള സമിതിയിൽ മുൻ മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. 9 അംഗ ഈ താൽക്കാലിക സമിതിയായിരിക്കും ഇനി അമ്മയുടെ ഭരണസമിതിയായി മാറുക. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.